ഹലോ, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, അലി ജാഫറാണ്. നമ്മുടെ മുൻ മന്ത്രിയും CPM-ന്റെ ഉന്നത നേതാവും ഒക്കെ ആയിട്ടുള്ള PK ശ്രീമതി ടീച്ചറുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സമാനമല്ല മുകേഷ് നടത്തിയ പീഡനം എന്നാണ് ടീച്ചർ അതിൽ പറയുന്നത്. ടീച്ചർ മുമ്പും ഇത്തരത്തിലുള്ള നല്ല നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മുമ്പ് ഒരു പീഡന പരാതി ഉയർന്നപ്പോൾ, പാർട്ടി നേതാവിനെതിരെ പീഡന പരാതി ഉയർന്നപ്പോൾ, അത് തീവ്രത കുറഞ്ഞ പീഡനമാണ്, തീവ്രത കൂടിയതല്ല എന്ന് പറഞ്ഞ് വളരെ രസകരമായിട്ടുള്ളൊരു നിലപാടെടുത്ത ആളാണ് ശ്രീമതി ടീച്ചർ. അപ്പോൾ ഇവരെ സ്വന്തം കൂട്ടത്തിൽ ആരെങ്കിലും പീഡിപ്പിക്കപ്പെട്ടാൽ അതിനെ സംരക്ഷിക്കുകയും അത് നിസ്സാരമാണ് എന്ന് വാദിക്കുകയും ചെയ്യും. അതേസമയം എതിരാളികൾ ആരെങ്കിലും ആണ് ആരോപണ വിധേയരായതെങ്കിൽ ഒരു കപ്പൊക്കെ പിടിച്ച് വന്നിരുന്ന് ലവ് ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംരക്ഷണത്തിൻ്റെയും പരിലാളനയുടെയും ഒക്കെ ഒരു ഒരു ഉദാത്ത മാതൃക സ്വീകരിക്കുകയും ചെയ്യും. ഈ മുകേഷുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം പീഡന പരാതികൾ ഉയർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ മലയാള സിനിമയിലും അടക്കം തെന്നിന്ത്യയിലെ 4 ഭാഷകളിൽ നിറഞ്ഞിരുന്ന ഒരു 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 നടി അദ്ദേഹത്തിനെതിരെ പരാതികളുമായിട്ടും പരസ്യമായ തുറന്നു പറച്ചിലുകളുമായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് യൂട്യൂബിൽ അതിൻ്റെ അഭിമുഖങ്ങളൊക്കെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. പക്ഷേ ടീച്ചർ അത് കേട്ടിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിനെതിരെ രണ്ടാമത് വീണ്ടും പരാതികൾ ഉയർന്നിട്ടുണ്ട്. അത് സഹപ്രവർത്തകയായിട്ടുള്ള ഒരു വനിത അവസരങ്ങൾ വാഗ്ദാനം നൽകിയും അമ്മയിൽ മെമ്പർഷിപ്പ് നൽകാമെന്നൊക്കെ പറഞ്ഞ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ച കാര്യങ്ങളൊക്കെ, അതൊക്കെ വളരെ നിസ്സാരമാണെന്നാണ് ഇവരൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നെയല്ല, അതിനെതിരെ നടപടി സ്വീകരിച്ചതുപോലും രണ്ടും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇദ്ദേഹത്തെ ഈ പരാതികളൊക്കെ ഉയർന്ന ഘട്ടത്തിൽ തുടർച്ചയായി MLA ആക്കുകയാണ് ചെയ്തത്. തന്നെയല്ല, പിന്നെ പാർലമെന്റിലേക്ക് പോലും മത്സരിപ്പിക്കാൻ വേണ്ടി മുകേഷിന് അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കുകയാണ് ചെയ്തത്. അതിൽ തന്നെ 2 മാതൃകകളുണ്ട്. അപ്പോൾ എങ്കിൽ പോലും ഇവർ സംരക്ഷകരായിട്ടും ഇവർ സ്വീകരിക്കുന്നതാണ് യഥാർത്ഥ നിലപാടെന്ന് വാദിക്കാനൊക്കെയുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇപ്പോൾ മുകേഷിൻ്റെ ആദ്യ ഭാര്യയുടെ പ്രതികരണങ്ങൾ ശ്രീമതി ടീച്ചർ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ പറയുന്നത് കേട്ടാൽ മനസ്സിലാവും എന്തായിരുന്നു അത്, എത്ര നിസ്സാരമായിരുന്നു ആ പീഡനങ്ങൾ എന്നൊക്കെ. ഒരുപക്ഷെ അതിലൊരു വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണെന്ന് ഇന്റർവ്യൂ നടത്തുന്നത് അന്ന് അവതാരികയായിട്ട് ഇരിക്കുന്നത് വീണ ജോർജാണ്. അവർ പോലും മുകേഷിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചതായതോ മുകേഷിനെ തള്ളിപ്പറഞ്ഞതായോ മുകേഷിനെ MLA സ്ഥാനം കൊടുക്കാൻ പാടില്ല, പിന്നെ അതുപോലെ MP ആക്കാൻ പാടില്ല എന്ന് വാദിച്ചതായിട്ടും നമ്മളാരും കേട്ടിട്ടില്ല. അപ്പം ഇതാണ് ഇവരുടെ സമീപനം. ചായക്കപ്പ് കയ്യിലെപ്പോഴും ഉണ്ടാവും, 2 നിലപാടും ഉണ്ടാവും. നമുക്ക് ആ പഴയ ഇന്റർവ്യൂ ഒന്ന് കേട്ട് എത്ര നിസ്സാരാണ് മുകേഷ് നടത്തിയ പീഡനം, മുകേഷ് ആരായിരുന്നു എന്നൊക്കെ അവരുടെ ആദ്യ ഭാര്യ തന്നെ തുറന്നു പറയുന്നുണ്ട്. അപ്പം അത് കേൾക്കാം. ആൻഡ് എ യങ് ബേബി കയ്യിൽ. ആൻഡ് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഹി ജസ്റ്റ് കിക്ക്ഡ് മീ ഹിയർ ഇൻ മൈ ടമ്മി. ഐ ഫെൽ ഓൺ ദ കോട്ട്. അമ്മ ഇങ്ങനെ പിടിക്കൂലേ, എന്നിട്ട് യു ക്രൈ. ഹി സേസ്, ഓ യു ആർ എ ബെസ്റ്റ് ആക്ട്രസ്. കരഞ്ഞോ നല്ല കരയും. Constantly he was trying to do something. Constantly. I remember we went for a dinner. കാറിൽ കയറുമ്പോൾ ഫുൾ 9th month ആണ്. കാറിൽ കയറാൻ സമയത്ത് he'll take the car back or front. And I fell off. And I'm crying there. And I'm not showing my tears because he'll say, oh, whatever he'll. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും ഇക്കാര്യം വന്ന് ഏതോ സുഹൃത്തുക്കളൊക്കെ വന്നിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ദാറ്റ് വാസ് ദ ഡൊമസ്റ്റിക് വയലൻസ്. ഭയങ്കര മുടിയൊക്കെ പിടിച്ചിട്ട് he used to, middle of the night he'll drink and come, and when I open the door, why are you delayed? Naturally we'll ask. Then he'll hold the very cheap thing. He'll hold my hair, pull me, drag to the kitchen, and he'll put me on the floor and kick. കേട്ടല്ലോ. അപ്പോൾ ഇത്രയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. വളരെ നിസ്സാരമാണ്. ഇതിനാണ് അവന്മാരെല്ലാവരും കൂടി എന്ന സമീപനമാണ് ഈ പാർട്ടി നേതാക്കന്മാർക്കും ഈ സംരക്ഷിക്കുന്നവർക്കൊക്കെ. അപ്പോൾ ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കുക, ഇദ്ദേഹത്തെ പോലുള്ളവരൊക്കെ മാറ്റി നിർത്തുക, പരാതി ഉയരുന്ന ഘട്ടത്തിലെങ്കിലും അവസരങ്ങൾ കൊടുക്കാതിരിക്കുക.